ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ പാർട്ട് 2യിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പാർട്ട് 1 നിങ്ങൾ കണ്ടു കാണണം. അതൊക്കെ മുഴുവനായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്നാൽ മാത്രമേ ഈ പാർട്ട് 2ൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്ട് 2യിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്ലാനാണ് വേണ്ടത്. കാരണം ഇനിയുള്ളത് അങ്ങോട്ട് 10 ദിവസമാണ്. ഈ 10 ദിവസത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ 10 ദിവസമാണ്. 10 ദിവസം ഞാൻ ഫസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന 5 ഡേയ്സ് ആൻഡ് 5 ഡേയ്സ് ആയിട്ടാണ്. 10 ഡേയ്സ് ഉണ്ട്. ആ 10 ഡേയ്സിന് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 5 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്ന സമയത്ത് 26 മുതൽ 30 വരെ നമുക്ക് എടുക്കാൻ കഴിയും. 26, 27, 28, 29, 30. 26 കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന 26 അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് അനലൈസ് ചെയ്താണ്. ഞാനിത് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഡേയും കൂടി കൂട്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 26 മുതൽ 30 എന്ന് പറയുമ്പോൾ 5 ദിവസം. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇപ്പം 5 ദിവസങ്ങളാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തിയറിയാണ്. പിന്നെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ നിങ്ങൾക്ക് എന്തുണ്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ തിയറി പഠിക്കാനാണ് ഞാൻ ഒരു 5 ദിവസം പറഞ്ഞത്. പിന്നെ ഒരു 5 ദിവസം പറഞ്ഞാൽ പ്രാക്ടിക്കൽ പഠിക്കണം. അപ്പോൾ പല ആൾക്കാർ ചോദിക്കും പ്രാക്ടിക്കൽ പഠിക്കാനായിട്ട് 5 ദിവസം വേണമെന്ന്. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം വേണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് ആരെ കേസ് എടുക്കണമെങ്കിൽ 4 വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബയോളജി, സൂവോളജി, അതായത് ബയോ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബോട്ടണി, സൂവോളജി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 5 വിഷയങ്ങൾക്ക് എന്തുണ്ട് പ്രാക്ടിക്കൽ ഉണ്ട്. സത്യം നമ്മൾ പൊതുവായിട്ട് ബയോളജി ഒരൊറ്റ വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ബോട്ടണിയും പിന്നെ അതുപോലെ തന്നെ സൂവോളജിയും നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയാതെ നമ്മൾ എക്സാമിനായാലും എന്താണ് ബയോളജി എന്ന് പറയുന്ന ഒറ്റ പേപ്പറിനാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ പിന്നെ അത് എഴുതുമ്പോൾ 2 ഫേസ് ഷീറ്റ് ഉപയോഗിച്ച് 2 എക്സാമായിട്ട് എഴുതുന്നു എന്ന് മാത്രം. ബയോളജി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസം നടക്കുന്ന എക്സാമാണ്. പിന്നെ നമ്മൾ ഈ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയത്ത് ബോട്ടണി, സൂവോളജി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 5 പ്രാക്ടിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അതിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, പിന്നെ നിങ്ങൾക്ക് സുവോളജി, ബോട്ടണി. ഈ സുവോളജി, ബോട്ടണി എന്താണ് ബയോളജിയുടെ കീഴെ വരുന്ന 2 ബ്രാഞ്ചസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 5 പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തിന് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഫിസിക്സിന് ഒരു ദിവസം കൊടുത്തു, കെമിസ്ട്രിക്ക് ഒരു ദിവസം കൊടുത്തു, അതുതന്നെ ബയോളജിക്ക് ഞാൻ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അതുതന്നെ മാത്സ്. ഇതിനൊക്കെ ഓരോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 5 ദിവസം ആയി അവിടെ. അപ്പോൾ നമുക്ക് എല്ലാം നല്ല ഒരു ദിവസം ഫുള്ളും എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാനും കഴിയും. കാരണം നിങ്ങൾക്കറിയാം, പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് എന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതല്ല. 40 മാർക്കാണ് പ്രാക്ടിക്കലിലൂടെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ ചെയ്യണം, പ്രാക്ടിക്കൽ അവിടെ ചെയ്ത് കൊടുക്കണം. അതുതന്നെ VY ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിക്കും. അപ്പോൾ VY ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഓരോ നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അത് ടീച്ചേഴ്സ് വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം നന്നായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു മാർക്ക് അവിടെ പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇതുവരെ എനിക്ക് സെൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സാമിന് മുമ്പ്. എന്നാൽ അതിരുന്ന് പഠിക്കാൻ പറയും. അപ്പോൾ അതിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. അവിടെ നിന്നൊക്കെ തന്നെയായിരിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് വിവയിൽ വരിക. പക്ഷെ പൂർണ്ണമായിട്ട് വിവയിൽ ഒരിക്കലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നമുക്കറിയാം, ചോദിക്കാറില്ല. നമുക്ക് കൂടുതൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കലിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ട്യൂബിൻ്റെ ഇടയ്ക്ക് ഒരു പേപ്പർ എടുത്ത് വെക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ടെസ്റ്റ് ട്യൂബ് ഇടയ്ക്കൊരു പേപ്പർ, അതൊരു സാധാരണ നമ്മൾ നോട്ട്ബുക്കിൽ നിന്നൊക്കെ കീറുന്ന പേപ്പർ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് എൻ്റെ സീനിയറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് നമ്മൾ ആ പേപ്പർ എടുത്ത് അവിടെ വെക്കുന്നതെന്ന്, അത് അടച്ചു വെച്ചിട്ടേ. അപ്പോൾ അവിടെ എൻ്റെ സീനിയർ പറഞ്ഞ ആൻസർ എന്ന് പറയുമ്പോൾ, അത് നമ്മൾ ഒട്ടും തന്നെ അതിൽ നിന്ന് എയർ പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ വെക്കുന്നതെന്നാണ് എൻ്റെ സീനിയർ മറുപടി പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല ഉത്തരം. നമ്മൾ കറക്റ്റ് അവിടെ പറയുകയാണെങ്കിൽ അവിടെ എയർ കൂടുതൽ, അതിൽ പുറത്തുനിന്നുള്ള ഓക്സിജൻ അകത്തുനിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള
ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഹോൾ അവിടെ പേപ്പർ വെച്ച് അവിടെ ചെറിയ ഹോൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് തിരിച്ചാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ആ ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാ പ്രാക്ടിക്കലും ചെയ്ത് കഴിഞ്ഞാണ്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം വീഡിയോസ് കണ്ടിട്ട് അവിടെ ആ ടീച്ചർമാരും സാറുമാരും പറയുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പം വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് സംശയം ഉണ്ടാവും, സൈലം അല്ലെങ്കിൽ എക്സാമിനർ. ഞാൻ കൂടുതലും സൈലത്തിൻ്റെ വീഡിയോസാണ് കണ്ടിട്ടുള്ളത്. എക്സാമിനറിലും വീഡിയോസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ അത് കണ്ടില്ല. കാരണം ഇനി അതൊക്കെ ഇനി ദിവസങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ദിവസം കൊടുക്കണം. ഓക്കെ, ഓരോ സബ്ജക്റ്റ് ഒരു ദിവസം കൊടുക്കണം. എന്നാലും കഴിയുമെന്ന് അറിയത്തില്ല, എന്നാലും ഏകദേശം കഴിയണം. ഓക്കെ, കാരണം ഇതൊരിക്കലും നമുക്ക് പബ്ലിക് എക്സാമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ അത് നമ്മൾ എന്തെങ്കിലും നല്ല അർജൻറ്റായിട്ട് തന്നെ കാണണം. കാരണം നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇനി ഈ ഒരു 3 മാസത്തിനകം നമ്മൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് 1 മാസം 4 മാസം കഴിഞ്ഞ് നമ്മളെ കയ്യിലോട്ട് കിട്ടാവുന്ന റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ അന്ന് റിസൾട്ട് വരുന്ന സമയത്ത് നല്ല മാർക്ക് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നേ ഡിസൈൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ടൈം ടേബിളൊക്കെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ചുരുക്കിയാണ്, വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കാട്ടി കൂടുതൽ കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ടൈം ഒരുപാടില്ല. അപ്പോൾ ഇതെടുക്കാൻ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സമയം കണ്ടെത്തി അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിൻ്റെ കാര്യമൊക്കെ ഏകദേശം സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് തിയറിയിലേക്ക് വരാം. തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ 5 ദിവസമാണ് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ദിവസം പോരാ എന്ന് എനിക്കറിയാം. ഇതെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ 5 ദിവസം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറേ പേർക്ക് പെൻഡിങ് ഉണ്ടായി. എനിക്ക് പെൻഡിങ് ഉണ്ട് കുറേ. അപ്പോൾ ആ പെൻഡിങ്ങിന് അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ 5 ദിവസം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾക്കുള്ളതാണ്. അത് ഒന്നാമത്തെ ദിവസത്തെ പെൻഡിങ് ക്ലാസ്സസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. അപ്പം ഒന്നാമത്തേത് പറയുന്നത് ഈ 5 ദിവസം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫിസിക്സിൽ നമുക്ക് വേവ് ഒപ്റ്റിക്സ് നിങ്ങൾ അത്ര പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ബാക്കിയുണ്ട് എന്നുള്ള സമയത്ത് ആ ഒരു പോർഷനൊക്കെ പഠിക്കാനായിട്ട് അത്തരത്തിലുള്ള പോർഷൻസൊക്കെ ഇപ്പോഴാണ് നമുക്ക് സമയം പഠിച്ച് തീർക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പെൻഡിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളത് ചിലപ്പോൾ നോട്ടിലൂടെ ത്രൂ ഔട്ട് പോയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അതെന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഏകദേശം അവിടെ നിന്ന് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്ലാസ് കൂടി കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ലാസ് കാണുക, അതേപോലെ തന്നെ ആ ക്ലാസ്സിന് നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പഠിക്കുക. അതിനുള്ള സമയമാണ് ഈ 5 ദിവസം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അൺനോൺ പോർഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. പെൻഡിങ് ക്ലാസ്സസ് ഉണ്ട്, സ്റ്റഡി ഉണ്ട്, അൺനോൺ പോർഷൻസും ഉണ്ട്. അതായത് അൺനോൺ പോർഷൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചോദിച്ചാൽ, നിങ്ങളിപ്പം ഒട്ടും തന്നെ പഠിക്കാത്ത ചാപ്റ്റേഴ്സാണ് അൺനോൺ പോർഷൻസ്. അപ്പോൾ നിങ്ങൾ ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനാണ് ഫസ്റ്റ് വെയിറ്റേജ് കൊടുക്കേണ്ടത്. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പെൻഡിങ് ക്ലാസ്സസ് പെൻഡിങ് ക്ലാസ്സസ് സ്റ്റഡി വേറെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പഠിച്ചാൽ മതി. പെൻഡിങ് ആയിട്ടുള്ള പഠിക്കാനായിട്ടുള്ള വല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സസ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നീട് ഇരുന്ന് പഠിച്ചാലും മതി. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത പോർഷൻസിനെ കുറിച്ചാണ്. അതൊരു വലിയൊരു കുഴപ്പമാണ്. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പെൻഡിങ് ഉള്ള ക്ലാസ്സസ് സ്റ്റഡിയൊക്കെ നോക്കിയാൽ മതി. ഫസ്റ്റ് നിങ്ങൾക്ക് ഒട്ടും തന്നെ അറിഞ്ഞുകൂടാത്ത ചാപ്റ്റേഴ്സിലൂടെ കടന്നു പോവുക. ചിലപ്പോൾ നിങ്ങൾ ഇപ്പം എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എക്സാമിനൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ എക്സാം ടൈമിലൊക്കെ. അപ്പം എക്സാം ടൈമിനല്ല, ഈ ക്രിസ്മസ് എക്സാമിന് മുമ്പ് ഒരാഴ്ചയ്ക്കൊക്കെ മുമ്പ് ആ സമയത്ത് ഞാൻ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് എനിക്ക് ഇനി നോക്കാനിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെയാണ്. എന്നിരുന്നാലും അതൊക്കെ എനിക്ക് പഠിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ഞാൻ ഒട്ടും തന്നെ പഠിക്കാത്തൊരു പോർഷനാണ്. അത് കഴിഞ്ഞ് ഞാൻ പെൻഡിങ് ക്ലാസ്സിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളും ചെയ്യുക. അതാണ് വലിയ നല്ലൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് അൺനോൺ പോർഷൻസ് നോക്കുക, ദെൻ പെൻഡിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ സ്റ്റഡി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു, നിങ്ങൾ ഫസ്റ്റ് ടേമും അല്ലെങ്കിൽ സെക്കൻഡ് ടേമിലൊക്കെ പഠിച്ച പോർഷൻസ് ആയിരിക്കാം. നിങ്ങൾ പഠിച്ചു, ഓക്കെയാണ്. പക്ഷേ എക്സാമിന് വന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഒന്നും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം.
എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കുറേ ചാപ്റ്റേഴ്സ്, അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അതിൽ ആ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്ത് വരുന്ന PYQs ഫസ്റ്റ് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട NCERT എക്സാമ്പിൾസ് ആണ്. NCERT എക്സാമ്പിൾസ് ആണ് വീണ്ടും നിങ്ങൾ പിന്നീട് ചെയ്ത് നോക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട PYQs, ദെൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NCERT എക്സാമ്പിൾസ് ചെയ്യണം. ഒരിക്കലും എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര വിഷയമുണ്ടോ അത്രയും വിഷയങ്ങളിൽ ഈ 3 കാര്യങ്ങൾ നിന്ന് നോക്കുക. നിങ്ങൾ 3 കാര്യങ്ങൾ നോക്കി അതൊക്കെ കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റാണ്. പിന്നീട് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൻ്റെ അഡീഷനായിട്ട് ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യുക. 5 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കലിനും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സയൻസ് ആരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇത്രയും 5 ദിവസം കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ സയൻസ് ആരാകുമ്പോൾ ഈ 5 ദിവസം കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ തിയറി എന്ന് പറയുമ്പോൾ ഈ 5 ദിവസം കൊടുക്കണം, എന്തായാലും കൊടുക്കണം. വേണമെങ്കിൽ ഒരു 7 ദിവസം എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ആണെങ്കിൽ ഒരു ദിവസം എക്സ്ട്രാ കൊടുത്തതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ സയൻസൊക്കെ ആണെങ്കിൽ 5 ദിവസം കൊടുക്കണം, കാരണം പിന്നീട് അങ്ങോട്ട് ടൈം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റ് എന്നിട്ട് അതനുസരിച്ച് പഠിക്കാമെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം നമുക്കറിയാം ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ്. അവർക്ക് പഠിക്കേണ്ട ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും മൺഡേ ഫിസിക്സ് പഠിക്കുക, ട്യൂസ്ഡേ കെമിസ്ട്രി പഠിക്കുക, വെനസ്ഡേ ഇത് പഠിക്കുക, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ടൈം ടേബിൾ പറഞ്ഞിരുന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളൊരു വേറെ ചാനലിലോ അല്ലെങ്കിൽ ഈ ചാനലിലോ വന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹയർ പോയിന്റിലേക്ക് എത്താം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനുള്ളൊരു ഭാഗത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇങ്ങനത്തെ രീതിയിൽ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കാരണം ഇങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്റ്റഡി പ്ലാൻസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ടൈം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ.